മനുഷ്യന്റെ കണ്ണിനും ബുദ്ധിക്കും മനസ്സിലാവാത്തതും വിശ്വസിക്കാനാവാത്തതുമൊന്നാണ് അത്ഭുതങ്ങൾ. ക്രൈസ്തവരായ നാം ഓരോരുത്തരും അത്ഭുതങ്ങൾ ദിവ്യകാരുണ്യത്തിലൂടെ നിരന്തരം അനുഭവിക്കുന്നവരാണ്. ദിവ്യകാരുണ്യം ശരീരമായി മാറുന്നതും രക്തം കിനിയാവുന്നതുമെല്ലാം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. ലോകത്തിൽ 100-ലധികം അത്ഭുതങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 1370 ബെൽജിയത്തിലെ ബ്രസൽസിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. ബെൽജിയത്തിൻ്റെ തലസ്ഥാനമാണ് ബ്രസൽസ്. 1359 കത്തോലിക്ക വിരോധിയായ ജോനാഥൻ എന്ന യഹൂദൻ ക്രിസ്ത്യാനികളുടെ വിശുദ്ധ കുർബാനയിലുള്ള അന്ധവിശ്വാസങ്ങളെ തുറന്നു കാണിക്കുകയെന്ന ചിന്തയോടെ കുറച്ച് തിരുവോസ്തികൾ സമ്പാദിച്ച് അവയെ പരസ്യമായി അവഹേളിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് 60 സ്വർണ്ണ നാണയങ്ങൾക്കു പകരമായി തിരുവോസ്തികൾ സംഘടിപ്പിച്ചു കൊടുക്കാമെന്നേറ്റു. ജീൻ ആ പ്രദേശത്തുള്ള എല്ലാ ദേവാലയങ്ങളും നിരീക്ഷിച്ച് ഒടുവിൽ സെന്റ് കാതറിൻ ദേവാലയത്തിൽ നിന്നും തിരുവോസ്തി മോഷ്ടിക്കാൻ തീരുമാനിച്ചു. 1369 ഒക്ടോബർ 4 അയാൾ തകർന്നു കിടന്നിരുന്ന ജനാലയിൽ കൂടി ദേവാലയത്തിൽ പ്രവേശിച്ച് സക്രാരി ബലമായി തുറന്ന് കൂദാശ ചെയ്ത 15 തിരുവോസ്തിയും കുസ്തോതിയും കൈക്കലാക്കി. ഈ സംഭവം നടന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ ജോനാഥൻ കൊല്ലപ്പെട്ടു. ജോനാഥൻ്റെ ഭാര്യ ബ്രസൽസിലേക്ക് താമസം മാറ്റി. തിരുവോസ്തി അടങ്ങിയ കുസ്തോതിയും അവൾ കൂടെ കൊണ്ടുപോയി. അത്ഭുതം. 1370 ഏപ്രിൽ 4 ദുഃഖവെള്ളിയാഴ്ച ബ്രസൽസിലെ സിനഗോഗിൽ കുറച്ച് യഹൂദന്മാർ ഒരുമിച്ച് കൂടി. തിരുവോസ്തികൾ ഒരു മേശപ്പുറത്ത് വെച്ച് ദൈവദൂഷണം പറഞ്ഞ് കത്തിക്കൊണ്ട് തിരുവോസ്തിയെ വെട്ടുകയും കുത്തുകയും ചെയ്തു. പെട്ടെന്ന് അവിടെ സന്നിഹിതരായിരുന്നവരുടെ നഗ്നനേത്രങ്ങൾക്ക് മുൻപിൽ തിരുവോസ്തിയിൽ വീണ മുറിപ്പാടിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. ഇത് കണ്ട് അമ്പരന്ന അവർ തിരുവോസ്തികളെ തങ്ങളുടെ അടുക്കൽ നിന്നും ഒഴിവാക്കാനായി ശ്രമിച്ചു. ക്രിസ്ത്യാനിയായി മതപരിവർത്തനം ചെയ്ത കാതറിൻ എന്ന സ്ത്രീയുടെ പക്കൽ തിരുവോസ്തികൾ ഏൽപ്പിച്ച് നോത്രാദാം ദേല ഷാപ്പൽ ദേവാലയത്തിലേക്ക് അത് കൊണ്ടുവന്നു. തിരുവോസ്തിയിൽ കുറച്ച് ദേവാലയത്തിൽ സൂക്ഷിച്ച ശേഷം ബാക്കി ഒരു സ്ഫടിക പേടകത്തിലാക്കി സെന്റ് മൈക്കിൾ കത്തീഡ്രൽ ദേവാലയത്തിൽ പരസ്യ വണക്കത്തിനായി പ്രതിഷ്ഠിച്ചു. 1579 മാൽപ്പനിസ്റ്റുകൾ കത്തോലിക്ക പള്ളികളും തിരുസ്വരൂപങ്ങളും വിശുദ്ധ വസ്തുക്കളും നശിപ്പിച്ചു മുന്നേറിയപ്പോൾ സെന്റ് മൈക്കിൾ കത്തീഡ്രലിൽ സൂക്ഷിച്ചിരുന്ന അത്ഭുത തിരുവോസ്തികൾ ചരിത്രത്തെ അതിജീവിച്ചു. ബ്രസൽസിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യം നേടിയ ഈ ദിവ്യകാരുണ്യ അത്ഭുതം അതിൻ്റെ ദേശീയ ചിഹ്നമായി തന്നെ കരുതി വരുന്നു. അതിൽ വിശ്വസിക്കുന്നവർക്കും അവിശ്വസിക്കുന്നവർക്കും ഒരുപോലെ വിശ്വസിക്കത്തക്ക വിധത്തിൽ ജീവൻ തുടിക്കുന്ന പ്രതിഭാസമായി അവ ഇന്നും തുടരുന്നു. മാംസം രക്തമായി മാറിയ തിരുവോസ്തികൾ പരിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യത്തിന്റെ തെളിവുകളാണ്. പരിശുദ്ധ കുർബാനയായിരിക്കണം നമ്മുടെ ആത്മീയ ഭക്ഷണം. ജീവൻ പകുത്തു നൽകിയ ഒരു മഹാ അത്ഭുതമായി നമ്മെ കാത്തിരിക്കുന്നതാണ് ദിവ്യകാരുണ്യം. കാലത്തിനും സമയത്തിനും അതീതമായി വീണ്ടിന്റെ സ്വപ്നം മണ്ണിൽ സാക്ഷാത്കരിച്ചതാണ് വിശുദ്ധ കുർബാന. ആത്മീയാവിഷ്കാരത്തിന്റെ അത്യുദാരമായ ആത്മീയ ശോഭയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ 10-ാം പീയൂസ് പാപ്പ പറയുന്നത് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും ഹ്രസ്വവും എളുപ്പവും സുരക്ഷിതവുമായ മാർഗം പരിശുദ്ധ കുർബാനയാണെന്നാണ്. സകല സൗഭാഗ്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ് വിശുദ്ധ കുർബാന. ദൈവമഹത്വം പ്രഘോഷിക്കുന്ന മനുഷ്യ ഹൃദയ തുടുപ്പാണ് വിശുദ്ധ കുർബാന. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭോജനം വിശുദ്ധ കുർബാനയാണെന്നാണ് വിശുദ്ധ അൽഫോൻസാമ്മ പറയുന്നത്. ജീവിതത്തിലെ അവിസ്മരണീയവും അവർണ്ണീയവുമായ ദൈവസ്നേഹഗാഥയാണ് വിശുദ്ധ കുർബാന. ക്ഷമിക്കുന്നതും ശുദ്ധീകരിക്കുന്നതും തിന്മയെ ചെറുക്കുന്നതുമായ ആത്മാവിൻ്റെ ഔഷധമാണ് വിശുദ്ധ കുർബാന എന്നാണ് വിശുദ്ധ അംബ്രോസ് വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നത്. വിശുദ്ധ കുർബാന എന്ന അത്ഭുതത്തെക്കാൾ മഹത്തരമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, വിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും നമുക്ക് പങ്കാളികളാകാം. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതിനായി വിശുദ്ധ കുർബാനയെ ദിവ്യകാരുണ്യത്തെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. താങ്ക് യു.